ഒരിക്കലും കമ്പനിയിൽ വിറക് വെട്ടാൻ വേണ്ടി ഒരു ജോലിക്കാരൻ അപ്പോയിൻ്റ് ചെയ്തു. ആ വിറക് വെട്ടുകാരൻ നിത്യം വിറക് വെട്ടും. അദ്ദേഹത്തിൻ്റെ സാലറിയും ഫിക്സ് ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം അദ്ദേഹം ആ കമ്പനിയിൽ ജോലി ചെയ്തു. കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ കമ്പനി തന്നെ മറ്റൊരു വിറക് വെട്ടുന്ന ഒരാളെ കൂടി അപ്പോയിൻ്റ് ചെയ്തു അഡീഷണലായിട്ട്. പക്ഷേ അഡീഷണലായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട ആ തൊഴിലാളിയുടെ സാലറി 6 മാസത്തിൻ്റെ ഉള്ളിൽ വർദ്ധിപ്പിച്ചു കൊടുക്കുക കമ്പനി. സ്വാഭാവികമായിട്ടും നമുക്ക് തിരിച്ചറിയാം, അങ്ങനെ ആദ്യം വിറക് വെട്ടാൻ വേണ്ടി ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആ വ്യക്തിയുടെ സാലറി ഒന്നും തന്നെ വർദ്ധിപ്പിക്കാതെ രണ്ടാമത് ആ കമ്പനിയിൽ എടുത്ത ആ വിറക് വെട്ടുന്ന ആളുടെ സാലറി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക നമുക്ക് ചിന്തിക്കാം. സ്വാഭാവികമായിട്ടും ആദ്യം വിറക് വെട്ടാൻ വേണ്ടി ആ കമ്പനിയിലെ ജോലിക്കെടുത്ത വ്യക്തി ക്ഷുഭിതനാവും. അദ്ദേഹം ക്ഷുഭിതനായി നേരെ മാനേജറുടെ ഓഫീസിലേക്ക് ചെല്ലുക. മാനേജറുടെ ക്യാബിനിൽ കയറി ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, സർ, എന്തുകൊണ്ടാണ് എൻ്റെ സാലറി വർദ്ധിപ്പിക്കാതെ എനിക്ക് ശേഷം വന്ന ആ വ്യക്തിയുടെ സാലറി വർദ്ധിപ്പിച്ചു കൊടുത്തത്? മാനേജറെ ഇദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ കാര്യം. താങ്കളേക്കാൾ കൂടുതൽ വിറക് താങ്കൾക്ക് ശേഷം വന്ന ആൾ വെട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് താങ്കളേക്കാൾ കൂടുതൽ ഗുണം രണ്ടാമത് ഈ കമ്പനിയിലെടുത്ത ആ വിറക് വെട്ടുന്ന വ്യക്തിയിൽ നിന്നാണ്. പക്ഷേ മാനേജർ റീസൺ പറഞ്ഞു എന്തുകൊണ്ടാണ് സാലറി വർദ്ധിപ്പിച്ചു കൊടുത്തത്. പിന്നെ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? താൻ രണ്ടാമത് തനിക്ക് ശേഷം വന്ന ആളുടെ അത്ര തന്നെ വിറക് വെട്ടാൻ യോഗ്യനല്ല, അത് സാധിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം രണ്ടുപേരും ഒരേ കമ്പനിയിൽ തന്നെയാണല്ലോ ജോലി ചെയ്യുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ രണ്ടാമത് അദ്ദേഹത്തിന് ശേഷം കമ്പനിയിൽ ജോലിക്കെടുത്ത ആ വിറക് വെട്ടുന്ന ആളുടെ അടുത്ത് ചെന്നു. അദ്ദേഹം വിറക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിറക് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പുറകെ ചെന്ന് നിന്ന് അദ്ദേഹത്തെ ഒന്ന് തട്ടി പിടിച്ചു. അദ്ദേഹം വിറക് വെട്ടി നിർത്തി. എന്നിട്ട് തിരിഞ്ഞു ചോദിച്ചു, എന്താണ്? തിരിഞ്ഞു ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, സർ, താങ്കൾ എങ്ങനെയാണ് വിറക് വെട്ടുന്നത്? എന്നേക്കാൾ കൂടുതൽ വിറക് താങ്കൾ വെട്ടുന്നുണ്ട് എന്നാണ് കമ്പനി പറഞ്ഞത്. അങ്ങനെ ഇദ്ദേഹത്തിനോട് തിരിച്ചു ചോദിച്ചു, താങ്കൾ ഏത് മഴ ഉപയോഗിച്ചുകൊണ്ടാണ് വിറക് വെട്ടുന്നത്? അദ്ദേഹം വെട്ടുന്ന മഴ എടുത്ത് കൊടുന്ന് കാണിച്ചു കൊടുത്തു. ഈ രണ്ടാമത്തെ ആൾ ആക്സ് ഒന്ന് നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു, എത്ര കാലമായി താങ്കൾ ഈ മഴ മൂർച്ച കൂട്ടിയിട്ട്? അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ ഇങ്ങനെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തൊന്നും മൂർച്ച കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സീക്രട്ട്, എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഞാൻ എല്ലാ 1 മണിക്കൂർ വിറക് വെട്ടുമ്പോഴും 10 മിനിറ്റ് സമയം ഈ മഴ മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് എനിക്ക് താങ്കളേക്കാൾ കൂടുതൽ വിറക് വെട്ടാൻ സാധിക്കുന്നതും കൂടുതൽ സാലറി ലഭിക്കുന്നതും. ഇദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലുടനീളം നമ്മൾ അല്പസമയം നമ്മളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. അത് ഏത് കാര്യത്തിലായാലും അങ്ങനെ തന്നെ വേണം. പഴയ കാര്യങ്ങൾ തന്നെ പഠിച്ച കാലഘട്ടത്തിലെ അതേ ശൈലികൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കാര്യക്ഷമത വർദ്ധിപ്പിക്കാനോ കമ്പനി ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ള ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഉൽപ്പാദനക്ഷമത നമുക്കുണ്ടാക്കി കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മെ തന്നെ പരിശോധിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മെ തന്നെ ഷാർപ്പൺ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്തതുപോലത്തെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.